ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിനെ വെക്കേണ്ട. അദ്ദേഹത്തിനാണെങ്കിലോ സാലറി ഒന്നും അധികം വേണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഭക്ഷണം വേണമെന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ലിസ്റ്റൊക്കെ പറയുന്ന സമയത്ത് സുധി ആകെ അന്തം വിട്ട് നിൽക്കാണ്ട്. സുധി പറയുന്നുണ്ട്, ഇതൊരു 3-4 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണല്ലോ താൻ ഒരു 8 ദിവസം കൊണ്ട് കഴിക്കുന്നത്, ഇത് 10,000 രൂപയിലൊന്നും ഒതുങ്ങുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാറിൻ്റെ പ്രൊട്ടക്ഷനാണ് എൻ്റെ മുഖ്യം, ഇതൊക്കെ തിന്നാലാണ് എനിക്ക് എൻ്റെ ശരീരം നല്ല രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്? ഈ ഒരു ഭക്ഷണം മുഴുവൻ കഴിച്ചിട്ട് നീ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓലും വരും ഓടിപ്പോവില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ സാറന്ന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് തൻ്റെ കൈകളുടെ അടുത്ത് കറക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സുധിക്ക് ഈ ഒരാളെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. സുധി അയാളായിട്ട് പറയുന്നത്, യുവർ അപ്പോയിൻറ്റഡ്, നിങ്ങളെ സെലക്ട് ചെയ്തിരിക്കും, നിങ്ങൾ ഇനി തൊട്ട് ഇവിടെ ജോലിക്ക് നിന്നോളൂ എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്രുതിയോടായിട്ട് സുധി പറയുന്നുണ്ട്, കണ്ടില്ല അവൻ്റെ ശരീരം കണ്ടില്ല, എൻ്റെ കാലിൻ്റെ അത്രമുണ്ട് അവൻ്റെ കൈ, അവൻ്റെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നോക്കുന്നതായിരിക്കും. ആരെങ്കിലും കത്തുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം ഇവൻ നോക്കിക്കോളുമെന്ന് പറഞ്ഞിട്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞു ലക്ഷ്മി ആകെ സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്ത് യാതൊന്നും പറയാതെ തന്നെയാണ് ചെല്ലുന്നത്. ലക്ഷ്മിയുടെ സങ്കടം കണ്ടുകൊണ്ട് കാര്യം നിൽക്കുന്ന സമയത്ത് ലക്ഷ്മി ശരത്തിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ആന്റണി മുഖേന രേവതിക്ക് അപകടം പറ്റിയെന്നുള്ള സത്യം ശരത്ത് അറിയുന്നത്. അത് ശരത്തിന് വളരെയധികം ഷോക്കാവുന്നുണ്ട്. കൂടുതൽ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്, നിന്റെ കൈ സച്ചി തല്ലി ഒടിച്ച സമയത്ത് ഞങ്ങൾക്ക് വളരെയധികം സങ്കടമായിരുന്നു, പക്ഷേ ഇപ്പം മനസ്സിലായി സച്ചി ഇത് വളരെ നല്ല കാര്യമായിരുന്നു, എൻ്റെ കൈ മാത്രമല്ല കാലും തല്ലി ഒടിച്ച് വീട്ടിലിടണം, മിക്കവാറും അത് ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ശരത്തിന് വഴക്ക് പറയാനിട്ടോ. ഈ സമയം ഞാൻ ലക്ഷ്മിക്ക് കോള് വരുന്നത് രേവതിൻ്റെ ഹോസ്പിറ്റലാണ്, എത്രയും വേഗം ചെല്ലണമെന്നുള്ള കോള് വരുന്നത്. അപ്പോൾ ഈ ഒരു കോള് കട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ശരത്ത് അവിടെ ഉണ്ടാവില്ലേ. ശരത്ത് അവിടെ നേരെ ചെല്ലുന്ന ആൻ്റണിയുടെ അടുത്തേക്കാണ്. എന്നാൽ ആൻ്റണി അവിടെ ഈ ഒരു സമയത്ത് സച്ചിയുടെ അടിയും കൊണ്ടുകൊണ്ട് വളരെയധികം ക്ഷീണിതനായിട്ടിരിക്കുകയാണ്. ശരത്തിനെ കാണുന്ന സമയത്ത് തന്നെ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് ആൻ്റണി സംസാരിക്കുന്നത്. എന്നാൽ ശരത്താണെങ്കിൽ നല്ല കണക്കിന് തന്നെ ആൻ്റണിക്ക് കൊടുക്കുന്നുണ്ട്, ഇനി മേലാൽ എൻ്റെ കൂട്ടുകൂടി നിങ്ങൾ വരാനോ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഞാനും വരുന്നില്ല, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ്, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയ ചേച്ചിയാണ്, ഇനി ആ ഒരു ചേച്ചിയുടെ ദേഹത്താണ് നിങ്ങൾ കൈവച്ചത് എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരത്ത് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ശരത്ത് പോകുന്ന സമയത്ത് ആൻ്റണി പറയുന്നത്, ഇനി അവൻ്റെ നാശത്തിലേക്കുള്ള പോക്കാണിത്, ഇത്രയും നാൾ അവൻ എൻ്റെ കൂടെ നിന്നു എന്നുള്ളൊരു പരിഗണനയാണ് ഞാൻ അവന് നൽകിയത്, ഇനി അതുണ്ടാവുകയില്ല എന്നൊക്കെ ആൻ്റണി പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ സച്ചി ഹോസ്പിറ്റലിലേക്ക് ചെന്നതിന് ശേഷം ഡോക്ടറോട് രേവതിയുടെ അസുഖത്തെക്കുറിച്ച് ഇരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് റെസ്റ്റ് എടുത്താൽ ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി വളരെയധികം ആശ്വാസത്തോടു കൂടി തന്നെയാണ് രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അതിനുശേഷം രേവതിക്ക് ജ്യൂസൊന്നും മേടിച്ച് നൽകാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്ന അതേ സമയം തന്നെയാണ് ലക്ഷ്മിയും ദേവും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇരുവരും രേവതിയുടെ കടപ്പ കാണുന്ന സമയത്ത് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പെട്ടെന്ന് രേവതി പറയുന്നുണ്ട്, അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും തന്നെയില്ല, തലയിൽ ഒരു ചെറിയ മുറിവുള്ളൂ, പക്ഷേ ഡോക്ടർമാർ തല ചുറ്റി ബാൻഡേജ് കെട്ടിയെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ശരത്തിനെ കാണുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് ദേഷ്യയുടെ കാണാവുന്നില്ല. ലക്ഷ്മി ശരത്തിനെ അവിടെ വെച്ച് തന്നെ തല്ലുകയും വഴക്കൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ദേവ് പറയുകയാണ്, അമ്മ ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ച് ഇങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുകയാണ്. ശരത്ത് വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം രേവതിയുടെ തലയിൽ തലോടിയിട്ട് വളരെയധികം സങ്കടത്തോടുകൂടി തന്നെ പശ്ചാത്തപിച്ച് തന്നെ സംസാരിക്കുക കേട്ടോ. ഒരു കാഴ്ച കാണുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ശരത്ത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ പറയുമ്പോൾ, എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ലായിരുന്നു, അയാളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം ഓർത്തിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ ശരത്ത് പറയുകയാണ്. ഈ ഒരു സമയത്ത് രേവതി പറയുന്നുണ്ട്, കുടുംബത്തിൻ്റെ പ്രാരാബ്ദം അനുസരിച്ച് നല്ല രീതിക്ക് വേണം പോകാനായിട്ട്, ഇങ്ങനൊരു ജോലിക്ക് നീ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ചെടുക്കണം, അങ്ങനെയാണ് നീ കുടുംബത്തെ നോക്കേണ്ടതെന്നൊക്കെ രേവതി പറയുമ്പോഴത്തേക്ക് ശരത്ത് പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി, എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി, മേലിൽ അയാളുമായിട്ട് യാതൊരു കമ്പനി എനിക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ ശരത്ത് പറയുമ്പോഴത്തേക്കും, ഞാനൊരു തല്ലുകൊണ്ടാൽ നീ നന്നാവുമെന്നായിരുന്നു പണ്ടേക്ക് ഞാൻ ആൻ്റിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നൊക്കെ തന്നെ രേവതി പറയുന്നുണ്ട്, ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മാറി നിന്ന് പുറത്ത് നിന്നുകൊണ്ട് സച്ചിക്ക് നമ്മുടെ ശരത്തിൻ്റെ മാറ്റത്തിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.